ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പമ്പരമാത്മനേ നമ. നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവതത്തില് ഇനി നമ്മൾ തൃതീയ സ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായം. ആ അധ്യായത്തില് ഹിരണ്യാക്ഷവധമാണ് വർണ്ണിക്കുന്നത്. അഥ ഏകോനവിംശോऽധ്യായ. മൈത്രേയ ഉവാച. അവധാര്യ വിരിഞ്ചസ്യ നിർവ്യളീകാമൃതം വച പ്രഹസ്യ പ്രേമഗർഭേണ തദപാംഗേന സ്വഗ്രഹീത. ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കാം. സഹ അദ്ദേഹം വിരിഞ്ചസ്യ ബ്രഹ്മാവിന്റെ നിർവ്യളീകാമൃതം കാപട്യമില്ലാത്തതും അമൃതതുല്യവുമായ വചഹ വാക്യത്തെ അവധാര്യ കേട്ടിട്ട് പ്രഹസ്യ ചിരിച്ചുകൊണ്ട് പ്രേമഗർഭേണ സ്നേഹം ഉൾക്കൊണ്ട് അപാംഗേന കടാക്ഷത്താൽ തത് അഗ്രഹീത് അത് അംഗീകരിച്ചു. തത സപത്നം മുഖതശ്ചരന്തമകുതോ ഭയം ജഘാനോത്പത്യഗതയാ ഹനാവസുരമക്ഷജ. തതഃ പിന്നെ അകുതോ ഭയം ഭയലേശമെന്നെ മുഖതഃ മുന്നിലൂടെ ചരന്തം ചരിക്കുന്ന സപത്നം അസുരം ശത്രുവായ അസുരനെ അക്ഷജ ഭഗവാൻ ഉത്പത്യ കുതിച്ചു ചാടിയിട്ട് ഹനൗ താടിയല്ലിൽ ഗദയാ ഗദ കൊണ്ട് ജഘാന അടിച്ചു. അക്ഷജോ ബ്രഹ്മണോ ഘ്രാണേന്ദ്രിയാദാവിർഭൂത എന്നാണ് ശ്രീധരാചാര്യര് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അക്ഷജൻ എന്നുള്ള വാക്കിന് ബ്രഹ്മാവിന്റെ ഘ്രാണേന്ദ്രിയത്തിലൂടെ ജനിച്ചവൻ, കാരണം വരാഹമൂർത്തി എന്നർത്ഥം. സാഹതാ തേന ഗദയാ വിഹതാ ഭഗവത്കരാത് വിഘൂർണിതാപദ്രേജേ തദദ്ഭുതമിവാഭവത്. സാ ഹത്യ ആ പ്രഹരം ഗദയാ ഗദ കൊണ്ട് തേന അവനാൽ ഹത തെറിപ്പിച്ചപ്പോൾ ഭഗവത്കരാത് ഭഗവാന്റെ തൃക്കരത്തിൽ നിന്ന് വിഹത തെറ്റിയിട്ട് വിഘൂർണിത തിരിഞ്ഞുകൊണ്ട് അപതത് താഴെ വീണു. രേജേ അവൻ ഒന്ന് വിളങ്ങി. തത് അത് അദ്ഭുതമിവ ആശ്ചര്യമെന്നോണം അഭവത് സംഭവിച്ചു. സദാ ലബ്ധതീർത്ഥോപി ന ബബാധേ നിരായുധം മാനയൻ സമൃദ്ധേ ധർമ്മം വിശ്വക്സേനം പ്രകോപയൻ. സഹ അവൻ തത് അപ്പോൾ ലബ്ധതീർത്ഥ അപി നല്ല തക്കം കിട്ടിയിട്ടും മൃഥേധർമ്മം യുദ്ധധർമ്മത്തെ മാനയൻ മാനിച്ചുകൊണ്ട് നിരായുധം ആയുധമില്ലാത്ത ശത്രുവിനെ ന ബബാധെ ആക്രമിച്ചില്ല. സഹ അവൻ വിശ്വക്സേനം ഭഗവാനെ പ്രകോപയൻ സ്ഥിത പ്രകോപിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പൊ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന ഭഗവാൻ ശ്രദ്ധിച്ചു കേട്ടു. സത്യവും അമൃതതുല്യവുമാണത്. പ്രേമസൂചകമായ കടക്കൺ നോട്ടം കൊണ്ട് ഭഗവാൻ ആ വാക്യം അംഗീകരിച്ചതായി സൂചിപ്പിച്ചു. അനന്തരം വരാഹമൂർത്തി ഹിരണ്യാക്ഷന്റെ കവിൾത്തടത്തിന് താഴെയായി ഗദ കൊണ്ട് പ്രഹരിച്ചു. ഹിരണ്യാക്ഷൻ തന്റെ ഗദ കൊണ്ട് അതിനെ തട്ടി വീഴ്ത്തി. ഭഗവാന്റെ ഗദ നിലത്തു വീണു, ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. ഇത് കണ്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ആയുധം നഷ്ടപ്പെട്ടവനെ എതിർക്കരുതെന്ന യുദ്ധധർമ്മം അനുസരിച്ച് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ പ്രഹരിപ്പാൻ സന്ദർഭം കിട്ടിയിട്ടും ഗദ പ്രയോഗിച്ചില്ല. എന്നാൽ വീരവാദങ്ങൾ മുഴക്കി ഭഗവാനെ പ്രകോപിപ്പിച്ചു. ഗദായാം അപവിദ്ധായാം ഹാഹാകാരേ വിനിർഗതേ മാനയാം തദ്ധർമ്മം സുനാഭം ചാസ്മരത് വിഭു. ഗദായാം ഗദ അപവിദ്ധായാം തെറിച്ചു വീണ് ഹാഹാകാരേ ദേവാദികളുടെ ആർത്തസ്വരം വിനിർഗതേ സതി പുറപ്പെട്ടപ്പോൾ വിഭുവായ ഭഗവാൻ തദ്ധർമ്മം അവന്റെ ധർമ്മബോധത്തെ മാനയാമാസ മാനിച്ചു. സുനാഭം ചക്രായുധത്തെ അസ്മരത് സ്മരിക്കുകയും ചെയ്തു. തം വ്യഗ്രചക്രം ദിതിപുത്രാധമേന സ്വപാർഷദമുഖ്യേന വിഷജ്യമാനം ചിത്രാവാചോ തദ്വിദാം ഖേചരാണാം തത്രാസ്മാസൻ സ്വസ്തിതേമം ജഹീതി. ദിതിപുത്രാധമേന ദൈത്യാധമനായി തീർന്നവനും
വ്യഗ്രചക്രം ചക്രായുധത്തിൽ വ്യഗ്രതയോടുകൂടിയവനുമായ സ്വപാർഷദമുഖ്യന തൻ്റെ പാർഷദമുഖ്യനോടുകൂടി വിഷജ്യമാനം കൂടിച്ചേർന്ന് യുദ്ധലീലയിൽ ഏർപ്പെട്ടിരിക്കുന്ന തം ആ ഭഗവാനോട് തേ സ്വസ്തി അങ്ങയ്ക്ക് നന്മ വരേണമേ അമും ജഹി ഇവനെ നിഗ്രഹിച്ചാലും ഇതി എന്നിങ്ങനെ തദ്വിധാം യാഥാർത്ഥ്യമറിയാത്ത ഖേചരാണാം ആകാശചാരികളുടെ ചിത്ര പലവിധം വാചഹ വാക്യങ്ങൾ തത്ര ആസ്മ അവിടെയെല്ലാം ആസൻ ഉണ്ടായി. സതം നിശമ്യാത്തരഥാംഗമഗ്രതോ വ്യവസ്ഥിതം പത്മപലാശലോചനം വിലോക്യ ചാമർഷ പരിപ്ലുതേന്ദ്രിയോ രുഷാ സ്വദന്തച്ഛതമാദശ്വസന് സഹ അവൻ പത്മപലാശലോചനം താമരക്കണ്ണനായ തം ആ ഭഗവാനെ ആത്തരഥാംഗം ചക്രധാരിയായി അഗ്രത മുന്നിൽ വ്യവസ്ഥിതം ഉറച്ചു നിൽക്കുന്നതായി നിശാമ്യ കണ്ടിട്ട് അമർഷ പരിപ്ലുതേന്ദ്രിയ കോപാവേശത്താൽ ക്ഷോഭിച്ച് ശ്വസൻ ദീർഘശ്വാസം ചെയ്തുകൊണ്ട് രുഷാരോഷത്തോടെ വിലോക്യ നോക്കിയിട്ട് സ്വദന്തച്ഛതം തൻ്റെ ചുണ്ട് ആദശത് അല്ലെങ്കിൽ അദശത് കടിച്ചു. കരാളദംഷ ചക്ഷുഭ്യാം സഞ്ചക്ഷാണോദഹന്നിവ അഭിപ്ലുത്യ സുഗതയാ ഹതോസീത്യാഹനധരിം പദാസവ്യേന താം സാധോ ഭഗവാൻ യജ്ഞസൂകര ലീലയാമിഷതശത്രോः പ്രാഹരദ്വാതരം ഹസം ആഹ ചായുധമാധത്സ്വ ഘടസ്വ ത്വം ജിഗീഷസി ഇത്യുക്ര സ തയാ ഭൂയസ്താടയൻ വ്യനതദ്ഭൃശം. കരാളദംഷം ഭയങ്കര ദംഷ്ടകളുള്ള അവൻ ഹരിം വരാഹമൂർത്തിയെ ചക്ഷുഭ്യാം കണ്ണുകളാൽ ദഹൻ ഇവ ദഹിപ്പിക്കുന്നു എന്ന് തോന്നും വിധം സംചക്ഷാണ തുറിച്ചു നോക്കിയും കൊണ്ട് അഭിപ്ലുത്യ എടുത്തു ചാടിയിട്ട് ഹതഹ അസി നിന്നെ കൊന്നു ഇതി എന്ന് പറഞ്ഞ് സ്വഗതയാ തൻ്റെ ഗത കൊണ്ട് ആ അഹനത്ത് പ്രഹരിച്ചു. ഹേ സാധോ അല്ലയോ സജ്ജനമേ യജ്ഞസൂകര യജ്ഞവരാഹമൂർത്തിയായ വാതരംഹസം വായുവേഗത്തിൽ വരുന്ന താം അതിനെ ഭഗവാൻ വരാഹമൂർത്തി സവ്യേന പദ ഇടത്തെ കാലുകൊണ്ട് ലീലയാ വിനോദമാം വണ്ണം ശത്രോഹോ മിഷതഃ ശത്രു നോക്കി നിൽക്കെ പ്രാഹരത് പ്രഹരിച്ചു. ത്വം നീ ജിഗീഷസി ജയിക്കാൻ ഇച്ഛിക്കുന്നു അതിനുവേണ്ടി ആയുധം ആധസ്വ എടുത്ത് ഘടസ്വ പ്രയത്നിക്കൂ ഇതി ആഹച്ച എന്ന് പറയുകയും ചെയ്തു. ഇതി ഉക്രഹ സഹ ഇങ്ങനെ പറയപ്പെട്ട അവൻ തയാ ആ ഗത കൊണ്ട് ഭൂയഹ ഒന്നുകൂടി താടയൻ അടിച്ച് ഭൃശം വ്യനദത് ഉറക്കെ അലറി. താംസ ആപതതിം വീക്ഷ്യ ഭഗവാൻ സമവസ്ഥിതഃ ജഗ്രാഹ ലീലയാ പ്രാപ്താം ഗരുത്മാനിവ പന്നഗീം. ആപതത് ആപതന്തീം നേരിട്ടെടുക്കുന്ന താം വീക്ഷ്യ അത് കണ്ടിട്ട് സഹ ഭഗവാൻ ആ വരാഹമൂർത്തി സമവസ്ഥിതഃ ഉറച്ചു നിന്നു പ്രാപ്താം അടുത്തു വന്നപ്പോ പന്നഗീം പെൺപാമ്പിനെ ഗരുത്മാൻ ഇവ ഗരുഡൻ എന്ന പോലെ ലീലയാ നിഷ്പ്രയാസം ജഗ്രാഹ കടന്നു പിടിച്ചു. സ്വപൗരുഷേ പ്രതിഹതേ ഹതമാനോ മഹാസുര നൈച്ഛദ്ഗതാം ദീയമാനാം ഹരിണാ വിഗതപ്രഭ. മഹാസുര ആ മഹാസുരൻ സ്വപൗരുഷേ തൻ്റെ പൗരുഷം പ്രതിഹതേ ഉടഞ്ഞപ്പോൾ ഹതമാനഃ മാനഹാനി വിഗതപ്രഭ നിഷ്പ്രഭത്വം ഇവ ഹേതുവായി ഹരിണ ഭഗവാനാൽ ദീയമാനാം തിരികെ നൽകപ്പെടുന്ന ഗതാം ഗതയെ ഐച്ഛത സ്വീകരിക്കാൻ ഇച്ഛിച്ചില്ല. ജഗ്രാഹ ത്രിശിഖം ശൂലം ജ്വലജ്വലനലോലുപം യജ്ഞായ ധൃതരൂപായ വിപ്രായാഭിചരണ്യഥ. ധൃതരൂപായ മൂർത്തിമാനായ യജ്ഞായ യജ്ഞപുരുഷന്റെ നേർക്ക് ത്രിശിഖം മൂന്ന് മുനയുള്ളതും ജ്വലജ്വലനലോലുപം ജ്വലിക്കുന്ന അഗ്നി പോലെ ഭയങ്കരമായതുമായ ശൂലത്തെ ജഗ്രാഹ എടുത്തു പ്രയോഗിച്ചു. വിപ്രായ ബ്രാഹ്മണന്റെ നേരെ അഭിചരൻ ഇവ ആഭിചാരം പ്രയോഗിക്കുന്നത് പോലെ അത് നിഷ്ഫലമായി തീർന്നു.
തദോജസാ ദൈത്യമട മഹാഭടാർപ്പിതം ചകാസദന്ത ഖ ഉദീർണദീഥിതീം ചക്രേണ ചിച്ഛേദ നിശാതനേമിന ഹരിര്യഥാതാക്ഷപദത്രമുച്ഛിതം. ഓജസ ശക്തിയോടെ ദൈത്യമഹാഭടാർപ്പിതം അസുരരിൽ യുദ്ധസാമർഥ്യമുള്ളവനാൽ പ്രയോഗിക്കപ്പെട്ടതും അന്തഹാഖേ ആകാശമധ്യത്തിൽ ഉദീർണദീഥിതി അതിപ്രകാശത്തോടെ ചകാസത് ജ്വലിക്കുന്നതുമായ തത് അതിനെ ഉജ്ജിതം ഉപേക്ഷിക്കപ്പെട്ട താക്ഷ്യപതത്രം ഗരുഡന്റെ തൂവലിനെ ഹരിഹീയഥ ഇന്ദ്രൻ എന്ന പോലെ നിശാതനേമിന മൂർച്ചയുള്ള അരങ്ങളുള്ള ചക്രേണ ചക്രായുധത്താൽ ചിച്ഛേദ ഛേദിച്ചു. ഭഗവാന്റെ ഗദ താഴത്തു വീഴ്ത്തിയത് കണ്ട ബ്രഹ്മാദിദേവന്മാരും മറ്റും ഹാ ഹാ എന്ന് മുറവിളിച്ചു. ഹിരണ്യാക്ഷൻ യുദ്ധധർമ്മം പരിപാലിച്ചതിൽ ഭഗവാൻ അവനെ അനുമോദിച്ചു. സുദർശനത്തെ സ്മരിക്കുകയും ചെയ്തു. ഭഗവാന്റെ കയ്യിൽ എത്തിച്ചേർന്ന സുദർശനം ഹിരണ്യാക്ഷനെ വധിക്കാൻ ബന്ധപ്പെടുകയാണ്. ഈ അവസരത്തിൽ തൻ്റെ പാർഷദ മുഖ്യനും അസുരശ്രേഷ്ഠനുമായ ഹിരണ്യാക്ഷനുമായി ഏറ്റുമുട്ടിയ ഭഗവാനെ കണ്ട് ആകാശവാസികൾ ജയ ജയ ശബ്ദം മുഴക്കി. ചക്രം ധരിച്ച് താമരദളം പോലെ മനോഹരങ്ങളായ നേത്രങ്ങളോടെ ശോഭിക്കുന്ന ഭഗവാനെ കണ്ട ഹിരണ്യാക്ഷൻ കോപാവേശം ഹേതുവായി ചുണ്ടുകടിച്ചു, ദംഷ്ടകൾ നീട്ടി, ഗദയും കൊണ്ട് ചാടി വന്ന് ഇതാ നീ ഹതനായി എന്ന് ആക്രോശിച്ചു. ഭഗവാനാകട്ടെ ആ ഗദയെ ഇടതുകാൽ കൊണ്ട് തട്ടി വീഴ്ത്തി. ജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഗദ എടുത്തുകൊള്ളുവാൻ ഭഗവാൻ ഹിരണ്യാക്ഷന് അനുജ്ഞ നൽകി. ഹിരണ്യാക്ഷൻ ഗദ കയ്യിലെടുത്ത് ഉച്ചത്തിൽ അലറി. ഹിരണ്യാക്ഷൻ ഗദ പ്രയോഗിച്ചു. ഗദ തൻ്റെ അടുത്തെത്തിയപ്പോൾ ഗരുഡൻ പാമ്പിനെ എന്ന പോലെ ഭഗവാൻ ഗദ കടന്നു പിടിച്ചു. പരാക്രമത്തിന് ഉടവ് തട്ടിയപ്പോൾ ഹിരണ്യാക്ഷൻ ഹതപ്രഭനായി. ഭഗവാൻ തിരിച്ചു നൽകിയ ഗദ സ്വീകരിച്ചതുമില്ല. അഗ്നിയെ പോലെ ജ്വലിക്കുന്ന ഒരു ത്രിശൂലമാണ് ഹിരണ്യാക്ഷൻ പിന്നീട് പ്രയോഗിച്ചത്. ഒരു ബ്രാഹ്മണന്റെ നേരെ ചെയ്യുന്ന ആഭിചാരമായിരുന്നു ആ ശൂലപ്രയോഗം. അത് നിഷ്ഫലമായി എന്നർത്ഥം. ആ ശൂലത്തെ ഭഗവാൻ തൃച്ചക്രം കൊണ്ട് ഒരു ഗരുഡന്റെ തൂവലിനെ ഖണ്ഡിക്കുന്നത്ര അനായാസേന ഛേദിച്ചു കളഞ്ഞു. അപ്പൊ 11ാമത്തെ ശ്ലോകത്തില് പെൺപാമ്പ് എന്ന അർത്ഥത്തിൽ പന്നഗീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രയോഗിക്കാൻ കാരണം ഗദാശബ്ദം സ്ത്രീലിംഗമാകയാൽ ഉപമയും അപ്രകാരമാകട്ടെ എന്ന കാവ്യ ചമൽക്കാരത്തിനും ഗരുഡന് പെൺപാമ്പിനെ പിടിക്കാനുള്ള പ്രയാസരാഹിത്യവും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 13 യജ്ഞായ എന്നത് വിപ്രായ എന്നതിൻ്റെ വിശേഷണമായും എടുക്കാം. സാധാരണ ബ്രാഹ്മണനല്ല, ഷൽക്കർമ്മ നിരതനായിട്ടുള്ള ബ്രാഹ്മണന്റെ നേർക്ക് ആഭിചാര പ്രയോഗങ്ങൾ വിലപ്പോവുകയില്ല എന്നർത്ഥം. അതുപോലെ 14ാമത്തെ ശ്ലോകത്തില് ഹരി എന്നാണ് ശബ്ദം. ആ ഹരി ശബ്ദത്തിന് ഇന്ദ്രൻ എന്ന് അർത്ഥം. അമൃതമഥനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ഒന്നാണ് സൂചിത കഥ. സംഗതിവശാൽ വിനതയ്ക്ക് സപത്നിയും സർപ്പമാതാവുമായ കദ്രുവിന്റെ ദാസ്യം വന്നുപെട്ടു. തൻ്റെ മാതാവിന്റെ ദാസ്യവൃത്തിക്ക് വിരാമമിടുവാൻ വിനതാപുത്രനായ ഗരുഡൻ ദേവലോകത്ത് ചെന്ന് അമൃതകുംഭമെടുക്കാൻ ഭാവിക്കുമ്പോൾ ഇന്ദ്രനുമായി ഏറ്റുമുട്ടി. ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. തനിക്കതിനെ ഭയമില്ലെങ്കിലും വജ്രായുധത്തിന് ഉപയോഗിച്ച അസ്ഥിയുടെ ഉടമസ്ഥനായ ദധീചി മഹർഷിയെയും അക്കാരണത്താൽ വജ്രായുധത്തെയും ഇന്ദ്രനെയും മാനിച്ച് ഗരുഡൻ തൻ്റെ ഒരു തൂവൽ അതിനിരയായി നൽകിയ കഥയാണിത്. തമുവാചേന്ദ്രമാക്രന്ദേ ഗരുഡ പതതാം വരഹ പ്രഹസൻ ശ്ലക്ഷ്ണയാ വാച തഥാ വജ്രസമാഹതഃ ഋഷേർമാനം കരിഷ്യാമി വജ്രം യസ്യാസ്തി സംഭവം വജ്രസ്യ ച കരിഷ്യാമി തവൈവ ച ശതക്രതോ ഏതത് പത്രം ത്യജാമ്യേകം യസ്യാന്തം നോപലപ്സ്യസേ. ഇങ്ങനെ മഹാഭാരതത്തില് ആ കഥാസന്ദർഭം വിവരിക്കുന്നുണ്ട്. മഹാഭാരതം ആദിപർവത്തിലാണ് ഈ ദേവലോകത്ത് ചെന്ന് അമൃതത്തിന് വേണ്ടി ദേവേന്ദ്രനുമായി ഗരുഡൻ ഏറ്റുമുട്ടിയ കഥ പറയുന്നത്. ഈ സംഭവം പ്ലക്ഷദ്വീപത്തിലെ സോമക പർവ്വതത്തിലാണ് നടന്നതെന്നും ഈ ബ്രഹ്മാണ്ഡ പുരാണവും മറ്റുമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പഞ്ചമ സോമകോ നാമ ദൈവയ്യത്ര അമൃതം പുരാഹ സംഭൃതം ചാഹൃതം ചൈവ മാതുരർത്ഥേ ഗരുത്മത. സ്വർഗലോകത്ത് വെച്ചല്ല, മറിച്ച് ഈ സോമക പർവ്വതത്തിൽ വെച്ചാണ് നടന്നത് എന്ന്
ഒരു വൃത്താന്തം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നുണ്ട്. എന്തായാലും അതുപോലെ ആയിരുന്നു ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കഥ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഹരി ചക്രേണ ചിച്ഛേദ എന്നും ആ ശ്ലോകം അന്വയിക്കാം. മഹാവിഷ്ണുവായ സൂകരമൂർത്തി ചക്രം കൊണ്ട് ഛേദിച്ചുവെന്ന് ശ്ലേഷാർത്ഥം. വൃക്ണേ സ്വശൂലേ ബഹുധാരിണ ഹരേ പ്രത്യേത്യ വിസ്തീർണമുരോ വിഭൂതിമത് പ്രവൃദ്ധരോഷസ്സ കഠോരമുഷ്ടിന നദൻ പ്രഹൃത്യാന്തരധീയതാസുര. സ്വശൂലേ തന്റെ ശൂലം ബഹുധ പലതായി അരിണ ചക്രത്താൽ വൃക്ണേ മുറിക്കപ്പെട്ടപ്പോ പ്രവൃദ്ധരോഷ രോഷാകുലനായ സഹ അസുര ആ അസുരൻ നദൻ അലറിക്കൊണ്ട് പ്രത്യേത്യ ഓടി വന്ന് വിഭൂതിമത് ഭഗവതിയുടെ ആസ്ഥാനവും വിസ്തീർണം വിടർന്നതുമായ ഹരേ ശ്രീഹരിയുടെ ഉരഹ മാറിടത്തിനു നേരെ കഠോരമുഷ്ടിയാൽ പ്രഹൃത്യ പ്രഹരിച്ചിട്ട് അന്തരധീയത അന്തർധാനം ചെയ്തു. തേനേത്ഥമാഹത ക്ഷത്ര ഭഗവാനാദിസൂകര നാകമ്പത മനാക്വാപി സൃജാഹത ഇവദ്യുപ. ഹേ ക്ഷത അല്ലയോ വിതുര, തേന അവനാൽ ഇത്തം ഇങ്ങനെ ആഹത പ്രഹരിക്കപ്പെട്ട ഭഗവാനായ ആദിസൂകര ആദിവരാഹമൂർത്തി സ്രജ പൂമാല കൊണ്ട് ഹതഹ പ്രഹരിക്കപ്പെട്ട ദ്യുപഹ ഇവ ആനയെന്ന പോലെ മനാക്വാപി ലവലേശം ന അകമ്പത കുലുങ്ങിയില്ല. അധോരുധാസൃജന്മായാം യോഗമായേശ്വരേ ഹരൗ യാം വിലോക്യ പ്രജാസ്രസ്ത മേനിരേസ്യോപസംയമം പ്രവവുർവായവശ്ചണ്ഡാസ്തമഃ പാംസവമൈരയന് ദിഗ്ഭ്യോ നിപേതുഗ്രാവാണ ക്ഷേപണൈ പ്രഹിത ഇവ. ദ്യൗർനഷ്ട ഭഗണാഭ്രൗഖൈ സവിദ്യുസ്തനൈർനുഭി വർഷദ്ഭി പൂയകേശാസൃഗ് വിൺമൂത്രാസ്ഥീനി ചാസകൃത്. അഥ പിന്നീട് ഹിരണ്യാക്ഷൻ യോഗമായേശ്വരേ ഹരൗ യോഗമായയുടെ അധിപതിയായ ഭഗവാനിൽ ഉരുധ പലേവിധം മായാം മായ അസൃജത് പ്രയോഗിച്ചു. യാം യാതൊന്നിനെ വിലോക്യ കണ്ടിട്ട് പ്രജാഹ ജനങ്ങൾ ത്രസ്താഹ ഭീതരായിട്ട് അസ്യ ഈ ലോകം ഉപസംയമം നാശത്തെ അഭിമുഖീകരിക്കുകയാണോ എന്ന് മേനിരെ ചിന്തിച്ചു. ചണ്ഡാവായവഹ കൊടുങ്കാറ്റ് പ്രവവു വീശി പാംസവം പൊടിപടലം നിറഞ്ഞ് തമഹ അന്ധകാരം ഐരയൻ പരത്തി ദിഗ്ഭ്യ ഓരോ ദിക്കിൽ നിന്നും ക്ഷേപണൈഹി കവണകൾ കൊണ്ട് പ്രഹിത ഇവ എറിയപ്പെട്ട പോലെ ഗ്രാവാണഹ കല്ലുകൾ നിപേതു വീണു സവിദ്യുത് സ്തനയുഗ്നഭി ഇടിമിന്നലോടെ പൂയകേശാസൃഗ് വിൺമൂത്രാസ്ഥിനി ദുർഗന്ധവും തലനാരും മലമൂത്രങ്ങളും എല്ലിൻ കഷണങ്ങളും അസകൃത് തുടരെ വർഷദ്ഭീച്ച വർഷിക്കുന്ന അഭ്രൗഖയും മേഘമാലകൾ കൊണ്ട് ദ്യൗ ആകാശം നഷ്ടഭഗണാഹ ആസീത് കാണാനാവാത്ത ജ്യോതിർഗോളങ്ങളോട് കൂടിയതായി തീർന്നു. ഗിരയ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഖ ദിഗ്വാസസോ യാതുധാന്യ ശൂലിന്യോ മുക്രമൂർധജ. ഹേ അനഘ അല്ലയോ പരിശുദ്ധാത്മാവേ, ഗിരയാഹ പർവ്വതങ്ങൾ നാനായുധമുച പലതരം ആയുധങ്ങൾ എറിയുന്നവയായും മുക്രമൂർധജാഹ തലമുടി അഴിച്ചിട്ട് ദിഗ്വാസസഹ നഗ്നകളായ യാതുധാന്യ രാക്ഷസ സ്ത്രീകൾ ശൂലിന്യ ശൂലമേന്തി നിൽക്കുന്നതായും പ്രത്യദൃശ്യന്ത കാണപ്പെട്ടു. ബഹുവി യക്ഷരക്ഷോഭി പത്യശ്വരഥ കുഞ്ചരൈഹി ആതതായിഭിരുത്സൃഷ്ട ഹിംസ്ര വാചോതി വൈശസ. പത്യശ്വരഥ കുഞ്ചരൈഹി കാലാള്, കുതിര, തേര്, ആന എന്നിവയോടെ ആതതായിഭി ആയുധമേന്തി ബഹുഭി അസംഖ്യം യക്ഷരക്ഷോഭി യക്ഷരക്ഷസ്സുകളാൽ അതിവൈശസാഹ കഠിനങ്ങളും ഹിംസ്രാഹ ഹിംസാവാചികളുമായ വാചഹ ശബ്ദങ്ങൾ ഉത്സൃഷ്ടാഹ പുറപ്പെടുവിക്കപ്പെട്ടു. പ്രാദുഷ്കൃതാനാം മായാനാം ആസുരീണാം വിനാശയന് സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുങ്ക്ര ദൈതം ത്രിപാത്. പ്രാദുഷ്കൃതാനാം
പ്രത്യക്ഷീഭവിച്ച ആസുരീടാം ആസുരികളായ മായാന മായകളെ വിനാശയൻ നശിപ്പിക്കാൻ ത്രിപാദ 3 പാദങ്ങളുള്ള ഭഗവാൻ ദയിതം പ്രിയങ്കരമായ സുദർശനാസ്ത്രം സുദർശന ചക്രത്തെ പ്രായുങ്ക പ്രയോഗിച്ചു. ശൂലം നഷ്ടപ്പെട്ടപ്പോൾ ഹിരണ്യാക്ഷൻ മഹാലക്ഷ്മിയുടെ ആവാസസ്ഥാനമായ ഭഗവാന്റെ വക്ഷസിൽ മുഷ്ടിപ്രഹരം നടത്തി. ഈ പ്രയോഗം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആനയെ പൂമാല കൊണ്ടടിക്കുന്നത്ര നിസ്സാരമായിരുന്നു. വരാഹമൂർത്തി ഇതുകൊണ്ടൊന്നും ഇളകിയില്ല. അതും വിഫലമായപ്പോൾ യോഗമായയുടെ അധിപനായ ഭഗവാനിൽ ഹിരണ്യാക്ഷൻ മായാപ്രയോഗങ്ങൾ തുടങ്ങി. അതോടെ കൊടുങ്കാറ്റടിച്ചു. പൊടിപടലത്താൽ ദിഗന്തരങ്ങൾ അന്ധകാരമയമായി. കവണകൾ കൊണ്ട് എറിയപ്പെട്ടതുപോലെ പല ദിക്കിൽ നിന്നും കല്ലുകൾ വന്നു വീണ് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി. മേഘങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതും തലമുടി, രക്തം, മലം, മൂത്രം ഇവയെല്ലാം കലർന്നതുമായ ഘോരമായ വൃഷ്ടിയുണ്ടായി. ആകാശം ഇരുണ്ടു. നക്ഷത്രങ്ങൾ അദൃശ്യങ്ങളായി തീർന്നു. അപ്പൊ 19ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം ചിന്തിക്കുമ്പോൾ ബ്രഹ്മാവ് നിർദ്ദേശിച്ച അഭിജിത്ത് എന്ന മുഹൂർത്തം ഹിരണ്യാക്ഷന്റെ പ്രഭാവത്താൽ കഴിഞ്ഞുപോയെന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശ്രീധരാചാര്യര് അവിടെ സൂചിപ്പിക്കണം. ആ മുഹൂർത്തം പകലാണ്. പകൽ നക്ഷത്രങ്ങൾ കാണാൻ അവകാശമില്ല. ഇവിടെ നഷ്ടഭഗണ എന്നുണ്ടാകയാൽ രാത്രിയായെന്നും നക്ഷത്രങ്ങൾ അദൃശ്യങ്ങളായി എന്നുമാണ് അർത്ഥം. അനേന ദൈത്യ ബലാതിരേകാത് ബ്രഹ്മദത്ത മുഹൂർത്താതിക്രമോ ഗമ്യതേ അൻഹി നക്ഷത്രാണാമസംഭവാത് എന്നിങ്ങനെ ശ്രീധരാചാര്യർ ശ്രീധരീയത്തില് ആ ശ്ലോകത്തിൽ പറഞ്ഞ സംഗതിയെ സൂചിപ്പിക്കണം. അതുപോലെ 21ാമത്തെ ശ്ലോകത്തില് ത്രീണി സവനാനി പാദ യസ്യ യജ്ഞമൂർത്തിരിത്യർത്ഥഃ ത്രയോ അസ്യ പാദാഃ ഇതി ശ്രുതേ എന്ന് ശ്രീധരാചാര്യര് വളരെ 3 പാദങ്ങൾ എന്ന് പറഞ്ഞതിനെ സൂചിപ്പിക്കുന്നു. അവിടെ 3 സവനങ്ങൾ, പ്രാതസവനം, മാധ്യന്തിക സവനം എന്നൊക്കെയാണ് യജ്ഞത്തില് ഈ സവനങ്ങളുടെ പേരുകൾ. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതാണ് യജ്ഞമൂർത്തിയാണ്. അപ്പൊ ആ 3 സവനങ്ങളാണ് ഭഗവാന്റെ 3 പാദങ്ങൾ എന്ന് സൂചിപ്പിച്ചു. പർവ്വതങ്ങൾ അസ്ത്രങ്ങൾ അയക്കുന്ന പോലെ കാണപ്പെട്ടു. ശൂലം ധരിച്ചും തലമുടി അഴിച്ചിട്ടും കൊണ്ട് നഗ്നകളായ രാക്ഷസികൾ പ്രത്യക്ഷപ്പെട്ടു. ആയുധധാരികളായ അനേകം യക്ഷരക്ഷസുകളും അനേകം കാലാൾ, കുതിര, തേര്, ആന ഇവകളും കാണപ്പെട്ടു. പല വിധത്തിലുള്ള ദുർവചനങ്ങൾ കേൾക്കപ്പെട്ടു. ഹിരണ്യാക്ഷന്റെ മായാപ്രയോഗത്തെ പാടെ നശിപ്പിക്കുമാറ് ഭഗവാൻ സുദർശനം പ്രയോഗിച്ചു. തദാതിഥേ സമഭവത് സഹസാഹൃതി വേപഥു സ്മരന്ത്യാ ഭർത്തുരാദേശം സ്തനാചാസ്രക് പ്രസുശ്രുവേ. ഭർത്താവിന്റെ ആദേശം നിർദ്ദേശം സ്മരന്ത്യാഹ സ്മരിച്ച് ദിതേഹെ ദിതിയുടെ ഹൃദി മനസ്സിൽ തഥാ അപ്പോൾ സഹസ പെട്ടെന്ന് വേപഥു വ്യഥ സമഭവത് അനുഭവപ്പെട്ടു. സ്തനാത് സ്തനത്തിൽ നിന്ന് അസൃക് രക്തം പ്രസുശ്രുവേച്ച ചുരന്നൊഴുകുകയും ഉണ്ടായി. വിനഷ്ടാസു സമായാസു ഭൂയശ്ച ആവ്രജ്യ കേശവം രുഷോപഗൂഹമാനോമം ദദൃശേവസ്ഥിതം ബഹി. സ്വമായാസു തന്റെ മായയെല്ലാം വിനഷ്ടാസു നശിച്ചപ്പോ കേശവം ഭഗവാനെ ഭൂയഹാച്ച വീണ്ടും രുഷാകോപത്തോടെ ആവ്രജ്യ സമീപിച്ച് ഉപഗൂഹമാന അടക്കി കെട്ടിപ്പിടിച്ചു. എങ്കിലും അമും അദ്ദേഹത്തെ ബഹി പുറത്ത് അവസ്ഥിതം നിൽക്കുന്നതായി ദദൃശേ കണ്ടു. തം മുഷ്ടിഭിർ വിനിഘ്നന്തം വജ്രസാരൈരഥോക്ഷജഃ കരേണ കർണമൂലേഹൻ യഥാ ത്വാശ്രം മരുത്പതി. വജ്രസാരൈഹി വജ്രം പോലെ കഠിനങ്ങളായ മുഷ്ടിഭി മുഷ്ടികൾ കൊണ്ട് വിനിഘ്നന്തം ഇടിച്ചുകൊണ്ടിരിക്കുന്ന തം അവനെ അധോക്ഷജഃ ഭഗവാൻ കരേണ കൈകൊണ്ട് കർണമൂലെ കരണത്ത് മരുത്പതി ഇന്ദ്രൻ ത്വാഷ്ട്രം യഥാം വൃത്രനെ എന്ന പോലെ അഹൻ പ്രഹരിച്ചു. സ ആഹതോ വിശ്വജിത ഹ്യവജ്ഞയാ പരിഭ്രമദ്ഗാത്ര ഉദസ്തലോചനഃ വിശീർണ ബാഹുഃശിരോരുഹോപതൻ യഥാ നഗേന്ദ്രോ ലുളിതോ നഭസ്വത. വിശ്വജിത ലോകങ്ങളെല്ലാം ജയിച്ച ഭഗവാനാൽ അവജ്ഞയാഹി ലാഘവത്തോടെ ആഹത അടിക്കപ്പെട്ട സഹ അവൻ പരിഭ്രമദ്ഗാത്ര
ചുറ്റിത്തിരിഞ്ഞ ശരീരത്തോടും ഉദസ്തലോചന തുറച്ച കണ്ണുകളോടും വിശീർണ ബാഹംഘ്രി ശിരോരുഹ ചിന്നിച്ചിതറിയ കൈകാലുകളോടും തലമുടിയോടും കൂടിയവനായിട്ട് നഭസ്വത കാറ്റിനാൽ ലുളിത കടപുഴക്കപ്പെട്ട നഗേന്ദ്രഹായഥ വൻമരം പോലെ അപ്പത്തത്ത് മറിഞ്ഞു വീണു. ഈ സന്ദർഭത്തിൽ ദിതി തന്റെ ഭർത്താവ് പറഞ്ഞതോർത്തു അത്യന്തം വ്യസനിച്ചു. അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് രക്തം ഒഴുകുകയും ചെയ്തു. തന്റെ മായാപ്രയോഗം വിഫലമായത് കണ്ട ഹിരണ്യാക്ഷൻ ഓടി വന്ന് ഭഗവാനെ മാറോടമർത്തി. ഭഗവാൻ കുതറി പുറത്തു ചാടി. വജ്രസമാനമായ തന്റെ മുഷ്ടികളെ കൊണ്ട് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ ഇടിച്ചപ്പോൾ ഇന്ദ്രൻ വൃത്രനെ എന്ന പോലെ ഭഗവാൻ ഹിരണ്യാക്ഷന്റെ കർണമൂലത്തിൽ അടിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും കീഴടക്കിയ ഭഗവാന്റെ ആ താടനം വലിയ ബലപ്രയോഗം കൂടാത്തതായിരുന്നു. എങ്കിലും അതേറ്റ അസുരൻ ചുറ്റിത്തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ പുറത്തു ചാടി. കൈകാലുകളും മുടിയും ചിന്നിച്ചിതറി. കാറ്റിനാൽ പുഴക്കപ്പെട്ട ഒരു വൻമരം പോലെ നിലംപതിച്ചു. അതോടെ മരിക്കുകയും ചെയ്തു. നഗം എന്നുള്ള വാക്കിന് പർവ്വതം എന്നാണ് സാധാരണ അർത്ഥം. വൃക്ഷം എന്നും നഗശബ്ദത്തിന് അർത്ഥമുണ്ട്. ഇവിടെ വൃക്ഷശബ്ദം ആയിട്ടാണ് നഗം എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. നഗോ മഹീരുഹേ ശൈലേ ഭാസ്കരേ പവനാശനേ എന്നാണ് ഹൈമകോശത്തിലെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ളത്. നഭസ് എന്നാൽ ആകാശം, നഭസ്വാൻ എന്നാൽ ആകാശം ആശ്രയമായവൻ അഥവാ വായു. അപ്പോൾ അവിടെ സന്ദർഭത്തിനനുസരിച്ച് ശക്തമായ കാറ്റ് എന്നർത്ഥം. അതാണ് നഭസ്വാൻ എന്ന് പ്രയോഗിച്ചത്. നഭസ്വാദാത പവന പവമാന പ്രഭഞ്ജനാഹ, ഇങ്ങനെയാണ് അമരകോശത്തില് കാറ്റിന് പര്യായങ്ങൾ കൊടുത്തിട്ടുള്ളത്. സപ്തദ്വീപങ്ങളിൽ ഒന്നായ പ്ലക്ഷദ്വീപത്തിലെ കുലപർവ്വതങ്ങളിൽ ഏഴാമത്തേതായ ഋഷഭപർവ്വതത്തിലാണ് ഹിരണ്യാക്ഷൻ മരിച്ചു വീണതെന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കാണുന്നു. ഷഷ്ഠസ്തു സുമനാനാമ സപ്തമർഷഭ ഉച്യതേ ഹിരണ്യാക്ഷോ വരാഹേണ തസ്മിൻ ശൈലേ നിഷൂദിത. ഇങ്ങനെ ബ്രഹ്മപുരാണത്തില് പറഞ്ഞിട്ടുണ്ട്. ക്ഷിതൗശയാനം തമകുണ്ഠവർച്ചസം കരാളദംശം പരിദഷ്ടദച്ഛദം അജാതയോ വീക്ഷ്യ ശശംസുരാഗത അഹോ ഇമാം കോന്നു ലഭേത സംസ്ഥിതിം. അകുണ്ഠവർച്ചസം തേജസ്സിന് മങ്ങലേൽക്കാതെ, കരാളദംശം ഭയങ്കര ദംശകളോടും, പരിദഷ്ടദച്ഛദം കടിച്ചു പിടിച്ച ചുണ്ടുകളോടും, ക്ഷിതൗ ഭൂമിയിൽ ശയാനം വീണ് കിടക്കുന്ന തം അവനെ വീക്ഷ്യ കണ്ട്, അഹോ ആശ്ചര്യം തന്നെ, ഇമാം ഇത്തരം, സംസ്ഥിതിം അന്ത്യം, കഹാനു ഏതൊരാൾക്ക്, ലഭേത ഇതി ലഭിക്കുന്നു എന്ന്, ആഗതാഹ അവിടെ വന്ന്, അജാതയ ബ്രഹ്മാദികൾ ശശംസു പുകഴ്ത്തി. യം യോഗിനോ യോഗസമാധിനാരഹോ ധ്യായന്തി ലിംഗാദസതോ മുമുക്ഷയാം തസ്യൈഷ ദൈത്യ ഋഷഭ പദാഹതോ മുഖം പ്രപശ്യംസ്തനുമുത്സസർജഃ. യോഗിനഃ യോഗികൾ, അസതഃ അവിദ്യാകൽപിതമായ, ലിംഗാത് സൂക്ഷ്മ ശരീരത്തിൽ നിന്ന്, മുമുക്ഷയ മോചനം ലഭിക്കാൻ ഇച്ഛിച്ച്, യോഗസമാധിന യോഗസമാധിയാൽ, യം യാതൊരു ഈശ്വരനെ, രഹ ഏകാന്തത്തിൽ, ധ്യായന്തി ധ്യാനിക്കുന്നുവോ, തസ്യ അദ്ദേഹത്തിന്റെ, പാദത്താൽ, ഹതഃ നിഗ്രഹിക്കപ്പെട്ട, ഏഷ ഈ, ദൈത്യഋഷഭ അസുരശ്രേഷ്ഠൻ, മുഖം ശ്രീമുഖത്തെ, പ്രപശ്യൻ കണ്ടുകൊണ്ട്, തനും ദേഹം, ഉത്സസർജ ഉപേക്ഷിച്ചു, ആശ്ചര്യം. ഏതൗ തൗ പാർഷദാവസ്യ ശാപാദ്യാതാപസദ്ഗതിം പുനഃ കതിപയൈ സ്ഥാനം പ്രപത്സ്യേതേഹ ജന്മഭി. ഏതൗ തൗ ഇവരിരുവരും, അസ്യ ഈ ഭഗവാന്റെ, പാർഷദരാണ്, ശാപാത് ശാപത്താൽ, അസദ്ഗതിം ആസുരത്വത്തെ, യാതൗ പ്രാപിച്ചതുമാകുന്നു, പുനഃ ഇനി വീണ്ടും, കതിപയൈ കുറച്ച്, ജന്മഭി ജന്മങ്ങളാൽ, സ്ഥാനം സ്വസ്ഥാനം, പ്രപത്സ്യത്തെ പ്രാപിക്കും, ഹ അതിശയം തന്നെ. അപ്പം ഭയങ്കരങ്ങളായ ദംശകളോടും കടിച്ചമർത്തിയ ചുണ്ടുകളോടും കൂടി തേജസ്സിന് കോട്ടം തട്ടാതെ കിടക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ട ബ്രഹ്മാദികൾ, അഹോ ആശ്ചര്യം, ഇപ്രകാരം ഒരു ഗതി ആർക്ക് ലഭിക്കും എന്ന് പ്രശംസിച്ചു. ലിംഗശരീരം അവിദ്യാകൽപിതമാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കാൻ യോഗികൾ
യമനിയമാദികൾ അടങ്ങിയ യോഗചര്യ കൊണ്ട് യാതൊരു ഭഗവാനെ ധ്യാനിക്കുന്നുവോ ആ ഭഗവാന്റെ പാദത്താൽ പ്രഹരിക്കപ്പെട്ട ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ശ്രീമുഖം നന്നായി കണ്ടുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചു. ഇതൊരു മഹാഭാഗ്യം തന്നെ. ഭഗവത് പാർഷദന്മാരായ ജയവിജയന്മാർ ശാപനിമിത്തം അസുരയോനിയെ പ്രാപിച്ചെങ്കിലും ചില ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും സ്വസ്ഥാനത്തെ പ്രാപിക്കും. ഈ പറഞ്ഞതെല്ലാം ബ്രഹ്മവാക്യമാണ്. അവിടെ 25-ാമത്തെ ശ്ലോകത്തിൽ കരേണ എന്നും 28-ാമത്തെ ശ്ലോകത്തില് പദാഹതഃ എന്നും കാണുമ്പോൾ ചെറിയൊരു വൈരുദ്ധ്യശങ്ക തോന്നാം. പക്ഷെ പൊതുവെ നമ്മൾ പറയുമ്പോൾ മൃഗങ്ങളുടെ കൈകൾ എന്നാൽ മുൻകാലുകളാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. പശുവിന്റെ കാല്, നാൽക്കാലി എന്നൊക്കെ പറയുമ്പോൾ 4 കാല് ആയിട്ടാണല്ലോ പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മുൻകാലുകൾ ഭഗവാന്റെ 2 കൈകളാണ്, അങ്ങനെയും പറയാം. അവിടെ ദേവന്മാരുടെ സ്തുതിയാണ് അടുത്തത്. ദേവ ഊചു നമോ നമസ്തേഖില യജ്ഞതന്തവേ സ്ഥിതൗ ഗൃഹീതാമല സത്വമൂർത്തയെ ദിഷ്ട്യാഹതോയം ജഗദാമരുന്ദുതസ്ത്വത്പാദഭക്ര്യാ വയമീശ നിർവൃതാഹ. ഹേ ഈശ, അല്ലയോ ഈശ, ജഗദാം ലോകരുടെ, അരുന്ദുത മർമ്മം വിളർക്കുന്ന, അയം ഈ അസുരൻ, ദിഷ്ട്യാഭാഗ്യവശാൽ, ഹതഹ വധിക്കപ്പെട്ടുവല്ലോ, അഖില യജ്ഞതന്തവേ സർവയജ്ഞങ്ങളുടെയും മൂലകാരണമായും, സ്ഥിതവും ലോകരക്ഷയ്ക്കായിട്ട്, ഗൃഹീതാമല സത്വമൂർത്തയെ സ്വീകരിച്ച ശുദ്ധ സത്വഗുണപ്രധാനമായ രൂപത്തോടു കൂടിയവനുമായ തേ അങ്ങേക്ക് നമഃ നമഃ വീണ്ടും വീണ്ടും നമസ്കാരം. ത്വത്പാദഭക്രിയ അങ്ങയുടെ തൃപ്പാദഭക്രിയാൽ വയം ഞങ്ങൾ നിർവൃതാഹ നിർവൃതരായി തീർന്നു. യജ്ഞസ്വരൂപിയും ലോകരക്ഷാർത്ഥം സത്വഗുണാന്വിതനുമായി അവതാരത്തെ സ്വീകരിക്കുന്നവനും നിർമ്മലമൂർത്തിയുമായ അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. ലോകങ്ങളുടെ മർമ്മത്തെ പിളർക്കുന്ന ഈ ഹിരണ്യാക്ഷൻ കർമ്മഫലം അനുഭവിച്ചു. ഞങ്ങൾ ഭഗവത്പാദ ഭക്തി കൊണ്ട് നിർവൃതരായി എന്നിങ്ങനെ ദേവന്മാർ വരാഹമൂർത്തിയെ സ്തുതിച്ചു. തുടർന്ന് മൈത്രേയ മഹർഷി പറയുന്നു. മൈത്രേയ ഉവാച ഏവം ഹിരണ്യാക്ഷം അസഹ്യ വിക്രമം സാധയിത്വാ ഹരിരാദിസൂകരഃ ജഗാമലോകം സ്വമഖണ്ഡിതോത്സവം സമീഡിത പുഷ്കര വിഷ്ടരാദിഭി. ആദിസൂകരഃ ആദി വരാഹമായി അവതരിച്ച സഹ ഹരി ആ ശ്രീഹരി അസഹ്യവിക്രമം അതിപരാക്രമശാലിയായ ഹിരണ്യാക്ഷനെ ഏവം ഇങ്ങനെ സാധയിത്വ വധിച്ച് പുഷ്കരവിഷ്ടരാദിഭി ബ്രഹ്മാദികളാൽ സമീഡിത സ്തുതിക്കപ്പെട്ട് അഖണ്ഡിതോത്സവം നിത്യോത്സവമുള്ള സ്വലോകത്തേക്ക് ജഗാമ യാത്രയായി. മയാ യഥാനുക്രമവാദിതേ ഹരേ കൃതാവതാരസ്യ സുമിത്ര ചേഷ്ടിതം യഥാ ഹിരണ്യാക്ഷ ഉദാരവിക്രമോ മഹാമൃഥേ ക്രീഡനവൻ നിരാകൃത. ഹേ സുമിത്ര, അല്ലയോ പ്രിയമിത്രമേ, ഉദാരവിക്രമ മഹാവിക്രമിയായ ഹിരണ്യാക്ഷൻ മഹാമൃഥേ ഭയങ്കര യുദ്ധത്തിൽ ക്രീഡനവത് കളിക്കോപ്പ് പോലെ നിരാകൃത തകർക്കപ്പെട്ടത് യഥ എങ്ങനെയെന്ന് വിവരിക്കുന്ന കൃതാവതാരസ്യ പന്നിയായി അവതരിച്ച ഹരേ വിഷ്ണു ഭഗവാന്റെ ചേഷ്ടിതം പ്രവൃത്തി യഥാനുക്രം ഗുരുപദേശാനുസാരേണ മയാത്തെ എന്നാൽ അങ്ങേക്ക് അവാദി പറഞ്ഞു തരപ്പെട്ടു. മഹാപരാക്രമിയായ ഹിരണ്യാക്ഷനെ വധിച്ച് തന്റെ അവതാരോദ്ദേശം പൂർത്തീകരിച്ച ശേഷം വരാഹമൂർത്തിയും ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെട്ടവനായി അവതാര രൂപത്തെ ഉപസംഹരിച്ച് സ്വസ്ഥാനത്തെ പ്രാപിച്ചു. ഈ വൃത്താന്തം താൻ ഗുരുമുഖത്ത് നിന്ന് ധരിച്ചതാണെന്ന് വിതുരരോട് പറഞ്ഞ് മൈത്രേയ മഹർഷി തൽക്കാലം വിരമിക്കുന്നു. വീണ്ടും നമ്മൾ നൈമിഷാരണ്യത്തിലെ സൂത ശൗനക സംവാദം കേൾക്കുന്നു. കാരണം ഈ കഥയൊക്കെ സൂതൻ ശൗനകാദികൾക്ക് ഉപദേശിക്കുകയാണ്. അപ്പൊ തുടർന്ന് സൂതൻ പറയുന്നു. സൂത ഉവാച ഇതി കൗഷാരവാഖ്യാതമാശ്രിത്യ ഭഗവത് കഥാം ക്ഷതാനന്ദം പരം ലേഭേ മഹാഭാഗവതോ ദ്വിജ അന്യേഷാം പുണ്യശ്ലോകാനാം ഉദ്ദാമ യശസാം സതാം ഉപശ്രുത്യ ഭവേന്മോദ ശ്രീവത്സാംഗസ്യ കിം പുനഃ. ഹേ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ ശൗനക, മഹാഭാഗവത ഭക്രോത്തമനായ ക്ഷതാവിദുരർ ഇത് ഇപ്രകാരം കൗഷാരവാഖ്യാനം മൈത്രേയനാൽ പറയപ്പെട്ട ഭഗവത് കഥ ഭഗവാന്റെ വരാഹാവതാര കഥ ആശ്രുത്യ മനസ്സിരുത്തി കേട്ട് പരം ആനന്ദം പരമാനന്ദത്തെ ലേഭെ പ്രാപിച്ചു. ഉദ്ദാമയശസാം സൽകീർത്തിമാന്മാരും പുണ്യശ്ലോകാനാം പാവന ചരിതന്മാരുമായ
അന്വേഷാം സതാം മറ്റു മഹാന്മാരുടെ ചരിത്രം ഉപശ്രുത്യ കേട്ടാൽ തന്നെ മോദഹ ആനന്ദം ഭവേത് ഉണ്ടാകും. ശ്രീവത്സാംഗസ്യ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കഥയായാൽ പുനഃ കിം പിന്നെ പറയേണ്ടതുണ്ടോ? യോ ഗജേന്ദ്രം ഝഷഗ്രസ്തം ധ്യായന്തം ചരണാംബുജം ക്രോശന്തീനാം കരേണോനാം കൃച്ഛ്രതോ മോചയദ്രുതം തം സുഖാരാധ്യമൃജുഭീരനന്യശരണൈർനൃഭീ കൃതജ്ഞ കോന്ന സേവേത ദുരാരാധ്യമസാധുഭി. ഝഷഗ്രസ്തം നക്രത്താൽ ഗ്രസിക്കപ്പെട്ട്, കരേണോനാം പെണ്ണാനകൾ, ക്രോശന്തീനാം കരഞ്ഞു നിൽക്കവേ, ചരണാംബുജം ശ്രീപാദാംബുജം ധ്യായന്തം ധ്യാനിച്ച ഗജേന്ദ്രൻ ഗജേന്ദ്രനെ, യഹയാതൊരാൾ ദ്രുതം വേഗത്തിൽ, കൃച്ഛ്രത സങ്കടത്തിൽ നിന്ന്, അമോചയത് മോചിപ്പിച്ചുവോ, ഋജുഭി നേർവഴി പോകുന്ന, അനന്യശരണൈഹി അന്യശരണമില്ലാത്ത, നൃഭി ജനങ്ങളാൽ, സുഖാരാധ്യം സുഖാരാധ്യനും, അസാധുഭി അസത്തുക്കളാൽ, ദുരാരാധ്യം ആരാധിക്കപ്പെടുവാൻ അർഹനല്ലാത്തവനുമായ, തം ഭഗവാനെ, കൃതജ്ഞ ഉപകാരസ്മരണയുള്ള, കഹ ആരാണ്, ന സേവേത ഉപാസിക്കാത്തത്. ഝഷം എന്നുള്ള വാക്കിന് ചെറിയ മത്സ്യങ്ങളെ ഹിംസിക്കുന്നത് എന്നാണ് അമരകോശത്തില് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അപ്പൊ ആ ഒരർത്ഥത്തില് മുതല എന്നൊക്കെ അർത്ഥം പറയാം. യോ വൈ ഹിരണ്യാക്ഷമഥം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനഃ ശൃണോതി ഗായത്യനുമോദതേഞ്ജസ വിമുച്യതേ ബ്രഹ്മവധാദപി ദ്വിജഃ. ഹേ ദ്വിജഃ, അല്ലയോ ബ്രാഹ്മണരെ, കാരണസൂകരാത്മനഃ കാരണവരാഹ രൂപം ധരിച്ച ഭഗവാന്റെ വിക്രീഡിതം ലീലാവിലാസവും, മഹാത്ഭുതം അത്യത്ഭുതകരവുമായ ഹിരണ്യാക്ഷവധം വൈ ഹിരണ്യാക്ഷവധ ചരിത്രമാകട്ടെ, യഹ ശൃണോതി ആർ കേൾക്കുന്നുവോ, ഗായതി ഗാനം ചെയ്യുന്നുവോ, അനുമോദത്തെ അനുമോദിക്കുന്നുവോ അവൻ, അഞ്ജസ നിഷ്പ്രയാസം, ബ്രഹ്മവധാദപി ബ്രഹ്മഹത്യാദികളിൽ നിന്നുപോലും, വിമുച്യതേ വിമോചിതനാകുന്നു. മൈത്രേയ പ്രോക്തമായ വരാഹാവതാര ചരിത്രം മഹാഭാഗവതനായ വിതുരൻ ശ്രദ്ധയോടെ കേട്ടിട്ട് പരമാനന്ദത്തെ പ്രാപിച്ചു എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. പുണ്യശ്ലോകന്മാരായ സജ്ജനങ്ങളുടെ ചരിത്രം പോലും കേൾക്കാൻ സന്തോഷകരമാണ്. അപ്പൊ പിന്നെ ഭഗവത് ചരിത്രത്തിന്റെ കഥ പറയാനുണ്ടോ? ഈ ഭഗവാൻ തന്നെയാണ് നക്രത്തിന്റെ പിടിയിൽ നിന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചത്. കാപട്യലേശമില്ലാത്തവരും അനന്യ ശരണരുമായ ജനങ്ങൾക്ക് ഭഗവാൻ നിഷ്പ്രയാസം സേവ്യനാണ്, ദുർജനങ്ങൾക്ക് അപ്രാപ്യനുമാണ്. അപ്രകാരമുള്ള ഭഗവാനെ ഉപകാരസ്മരണയുള്ള ആരാണ് ഉപാസിക്കാതിരിക്കുക? കാരണ സൂകരരൂപം ധരിച്ച് അത്യാശ്ചര്യകരമായ വിധത്തിൽ ലീലാവിനോദം എന്നോണം ഹിരണ്യാക്ഷനെ വധിച്ച ഈ വരാഹമൂർത്തിയുടെ അവതാര കഥാശ്രവണം ബ്രഹ്മഹത്യാപാപത്തിന് പോലും പരിഹാരമാണ് എന്ന് ഫലശ്രുതിയായിട്ട് പറയണം. ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുധി ശൗര്യവർദ്ധനം നാരായണോന്തേ ഗതിരംഗ ശൃണ്വതാം. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, മഹാപുണ്യം അതിപുണ്യകരവും, അലം വളരെ പവിത്രം പാവനവും, ധന്യം ധന്യവും, യശസ്യം യശസ്കരവും, ആയുരാശിഷാം ആയുസ്സിനും ശ്രേയസ്സിനും, പ്രാണേന്ദ്രിയാണാം പ്രാണേന്ദ്രിയങ്ങൾക്കും, പദം ആശ്രയമായതും, യുധി ശൗര്യവർദ്ധനം യുദ്ധസാമർഥ്യം വളർത്തുന്നതുമായ, ഏതത് ഇതിനെ, ശൃണ്വതാം കേൾക്കുന്നവർക്ക്, അന്തേ ഒടുവിൽ, നാരായണ ശ്രീനാരായണൻ, ഗതിഹി ഭവതീച്ച പ്രാപ്യസ്ഥാനമായി ഭവിക്കുകയും ചെയ്യുന്നു. അല്ലയോ പ്രിയപ്പെട്ടവനായ വിതുര, ഈ ചരിത്രം പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നു, പരിശുദ്ധി കൈവരുത്തുന്നു, ധനം യശസ് ആയുസ് ഇത്യാദികൾ വർദ്ധിപ്പിക്കുന്നു, അഭീഷ്ട സിദ്ധി കൈവരുത്തുന്നു, യോദ്ധാക്കൾക്ക് പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശൗര്യത്തെ വർദ്ധിപ്പിക്കുന്നു, ശ്രോതാക്കൾക്ക് ആകമാനം ജീവിതാന്ത്യത്തിൽ ഭഗവാൻ നാരായണൻ പ്രാപ്യനായും ഭവിക്കുന്നു. ഇത് സൂതവാക്യമാണ്. അംഗ ഹേ വിതുര എന്നാണ് ശ്രീധരാചാര്യര് അന്വയിച്ചിട്ടുള്ളത്. തന്നിമിത്തം സൂതൻ മൈത്രേയവാക്യം ഉദ്ധരിക്കുകയാണെന്ന് അവിടെ അനുമാനിക്കാവുന്നതാണ്. ഇങ്ങനെതാ ശ്രീ മഹാഭാഗവതത്തിലെ ഈ തൃതീയ സ്കന്ധത്തിൽ ഹിരണ്യാക്ഷവധം എന്ന ഭാഗം നമ്മളിവിടെ പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ.